എല്ലാവർക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് BDF അഥവാ ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. BDFിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു 2-3 കാര്യങ്ങൾ വേറെ പറയാനുണ്ട് BDFിനെ പറ്റി. അതിലൊരു കാര്യം, നമ്മൾ BDFിൻ്റെ ബീഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, BDFിന് നല്ല ബലമുള്ള, അത് അധികം സോഫ്റ്റ് അല്ലാത്ത അല്പം ഹാർഡായ ബീഫാണ് വേണ്ടത്. അതായത് കാലിൻ്റെ ഇറച്ചി. ആ കാലിൻ്റെ ഇറച്ചി നോക്കി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ BDFിൻ്റെ ബീഫ് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അല്പം ഹാർഡുള്ള ഇറച്ചിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കാൽക്കുറവിൻ്റെ ഇറച്ചി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ലെയേഴ്സ്, നമ്മൾ ഇപ്പോൾ കാൽക്കുറവിൻ്റെ ഇറച്ചി വാങ്ങി അതിൻ്റെ ലെയറുകളുണ്ട്, ആ ലെയറുകൾ നോക്കി കട്ട് ചെയ്തെടുക്കണം. അത് ഈ BDFിൻ്റെ ഇറച്ചി നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. ആ ലെയറുകൾ കറക്റ്റ് ചെയ്ത് ഓരോ ലെയറാക്കി നമ്മൾ ബീഫ് കട്ട് ചെയ്തെടുക്കണം. അത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് നമ്മൾക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം മസാലപ്പൊടി, ഉപ്പ് എന്നിവ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾക്കൊരു 3-4 വിസിൽ കേൾപ്പിക്കണം. അതായത് ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം തീ ചുരുക്കിയിടുക. അതിനുശേഷം ഒരു 3-4 വിസിൽ അടുപ്പിക്കണം. നമ്മളിതിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് ഉള്ള ഒരു സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ BDFിൻ്റെ ബീഫ് ബോയിൽ ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇത് ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഫ്രീസറിൽ, അതായത് പുറത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഒരു അരമണിക്കൂറോളം നന്നായി തണുപ്പിച്ച അരിയാണെങ്കിൽ BDF നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവില്ല, നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ BDFിൻ്റെ നമ്മൾ ഈ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ അധികം ഐസ് പിടിപ്പിക്കാനായിട്ട് ഉള്ള അവസരം കൊടുക്കരുത്. നമ്മൾക്കൊന്ന് നല്ല ടൈറ്റായിട്ട് കിട്ടുന്ന ഒരു പരുവത്തിൽ ഫ്രീസറിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ BDF കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഞരമ്പുകൾ ഓടണതിൻ്റെ ക്രോസ് കട്ട് ചെയ്യണം. അതായത് ഓരോ 2.5 ഇഞ്ച് 3 ഇഞ്ചിൻ്റെ കഷ്ണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലെയേഴ്സ് പോയിരുന്നതിൻ്റെ ക്രോസ് കട്ട് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ BDF കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ അതിൻ്റെ ചണ്ടി നമുക്കൊരു ഇഷ്ടപ്പെടായി വരും. അപ്പോൾ ഈ ലെയേഴ്സ് ക്രോസ് ചെയ്ത് നമ്മൾ ബീഫ് കട്ട് ചെയ്ത് BDF ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ഉപ്പും മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി ഇട്ട് വേവിച്ച് തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ബീഫാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പോർഷനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയാം. ഒരു നാരങ്ങയുടെ ഒരു പീസ് വേണം, മുട്ടയുടെ ഇത്തിരി വൈറ്റ് വേണം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 2 പച്ചമുളക്, പിന്നെ തിളച്ച വെള്ളത്തിൽ കലക്കിയ അല്പം കളറ്, റെഡ് കളറ്, പിന്നെ മൈദ, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അരിപ്പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ, പിന്നെ അല്പം വെള്ളം. ഇത്രയും ചേരുവകളാണ് BDFിന് നമ്മൾക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ബീഫ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഞരമ്പ് പോയേക്കണതിൻ്റെ ക്രോസ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് അതിൻ്റെ ഞരമ്പ് ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കട്ടിംഗ് പ്ലേറ്റുമ്പോൾ വയ്ക്കുമ്പോൾ അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് ഞരമ്പ് ഓടിയേക്കണ അതേ ഡയറക്ഷനിൽ വെച്ചിട്ട് ക്രോസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഫിംഗർ ടൈപ്പിൽ വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് BDFിൻ്റെ ബീഫ് കട്ട് ചെയ്യണത്. BDFിൻ്റെ ബീഫ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് ഒരു കഷ്ണം കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് അതേപോലെ തന്നെ ഞരമ്പ് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് ഫിംഗർ ഷേപ്പിലേക്ക് വീണ്ടും കട്ട് ചെയ്ത്
മാറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി നമ്മൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം. അതേമാതിരി തന്നെ പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം നമുക്ക് തയ്യാറാക്കാം. കട്ടിങ്ങുകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പേസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. മുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഇതിൻ്റെ മസാല നമ്മൾക്ക് റെഡിയാക്കാം. നമ്മൾക്ക് ഒരു സ്പൂൺ, ചെറിയ സ്പൂണാണ് എൻ്റെ, 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാലയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3/4 സ്പൂൺ മൈദ, അത് തീർച്ചയായിട്ടും ഇടണം. ഒരു 1/2 സ്പൂൺ അരിപ്പൊടി, തരിയുള്ള അരിപ്പൊടി പറഞ്ഞാൽ നമുക്ക് ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മളുടെ കളറ് കലക്കി വെച്ചേക്കണത് അല്പം ഒഴിച്ചു കൊടുക്കുക. കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം നാരങ്ങ നീരും കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി. അതായത് ചെറുനാരങ്ങയുടെ കുരു ഇതിനകത്തേക്ക് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിനാഗിരിയേക്കാളും ടേസ്റ്റ് നമ്മൾക്ക് ചെറുനാരങ്ങ നീരാണ്. പിന്നെ നമ്മൾക്ക് അല്പം എഗ് വൈറ്റ് ഒരു അല്പം ഒഴിച്ചാൽ മതി. നമുക്ക് ഒരുപാട് ഒഴിക്കരുത്. അതേപോലെ തന്നെ മഞ്ഞക്കരു വീഴരുത്. മഞ്ഞക്കരു മസാലയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലിൽ കിടന്ന് അത് പതഞ്ഞു പൊന്തും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾക്ക് ഇത് വെള്ളം പോരുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല കുഴമ്പ് രൂപത്തിൽ ഇതിനെ നമ്മൾക്ക് മാറ്റിയെടുക്കണം. അല്പം വെള്ളം കുറവാണ്. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ആകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴും ഇച്ചിരി വെള്ളം കൂടി വേണം. ഇത് നമ്മൾക്ക് നല്ല കുഴമ്പ് രൂപത്തിൽ, നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾക്കിത് ഇതേപോലെ നമ്മൾക്ക് മാറ്റിയെടുക്കണം. നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന BDFൻ്റെ ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ മസാലക്കൂട്ട് ഏകദേശം കറക്റ്റാണ്. ഇതേ പരുവത്തിൽ വേണം നമ്മൾക്ക് മസാല മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ബീഫ് ഓരോന്നായിട്ട് അതിലേക്ക് പറക്കിയിടാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പാം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് കുറച്ചും കൂടി നല്ലത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ഉടനടി പോയി ഇളക്കിയേക്കരുത്. അതിൻ്റെ മസാലയൊക്കെ വിട്ടുപോകും. ഒരു 1/2 മിനിറ്റോളം ഇങ്ങനെ കിടന്നതിന് ശേഷമേ നമ്മളിത് ഇളക്കി കൊടുക്കാവൂ. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവൂ. അല്ലെങ്കിൽ മസാലയൊക്കെ ഇളകി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കഷ്ണങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പതുക്കെ വിടിയിച്ച് കൊടുക്കാം. ഒരുപാട് ശക്തിയിൽ ഇളക്കരുത്. പതുക്കെ നനക്കിയിട്ടാൽ മതി. വലിയതായിട്ടൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മുടെ BDF ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മൾക്ക് തീ കുറച്ചിട്ടിട്ട് 2 വെളുത്തുള്ളി അല്ലി, 2 or 3 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ച് ഇതിനകത്തിടാം. അത് ഫ്രൈ ആയി വരുന്നുണ്ട്. ചതച്ചതായതുകൊണ്ട് വെളുത്തുള്ളി പെട്ടെന്ന് വാടിക്കോളും. നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ ഇത്തിരി നീങ്ങി നിൽക്കുക, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾക്കത് സ്റ്റെയിനറിലേക്ക് കോരി മാറ്റാം. BDF ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കരുത്. നമുക്ക് മീഡിയം ഫ്രൈ ആണ് നമുക്ക് വേണ്ടത്. ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ കരിവന്നിരിക്കും. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ടേസ്റ്റ് നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ BDF ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളുടെ ബീഫ് ഓൾറെഡി വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഡീപ്പ് ഫ്രൈ ആവശ്യമില്ല BDFന്. നമ്മൾക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് വാറ്റിക്കളയാം.
ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു ക്വാർട്ടർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണയൊക്കെ പോയ നമ്മളുടെ BDF പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് 2-3 കുറച്ച് ഒനിയൻ റിങ്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിലൊരു സവാള എടുത്ത് നമുക്കൊരു 2-3 റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. അതേമാതിരി തന്നെ ഒരു പീസ് ലൈമും കട്ട് ചെയ്തെടുക്കാം. സവാള റിങ്ങിൻ്റെ ഏറ്റവും ഉള്ളിൽ ആ ഒരു ഇത് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിങ്സ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. കാണാനായിട്ട് നല്ലൊരു ഷോ കിട്ടും നമ്മളുടെ BDFന്. അതുമാത്രമല്ല സവാള കടിക്കുന്നത് ഒരു നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ BDF റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്തു നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് പറയുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.